എന്നെ സ്നേഹിച്ച എല്ലാ പൊതുജനങ്ങൾക്കും എന്റെ സഹപ്രവർത്തകരായിരുന്നവർക്കും 1000 നന്ദി. 4 പതിറ്റാണ്ടായി ഞാൻ തുടരുന്ന എന്റെ രാഷ്ട്രീയ ജീവിതം ഇതാ ഇന്നിവിടെ അവസാനിപ്പിക്കുക. പിന്നെ കൊടി എന്റെ വികാരവും എന്റെ വിവേകവുമാണ്. അത് തൽക്കാലം എന്റെ കയ്യിലില്ലെന്നേ ഉള്ളൂ, എന്റെ ഹൃദയത്തിലുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. യെസ്, അടുത്ത മന്ത്രി ഞാൻ തന്നെ. ഈ ശല്യം തീർന്നു. ഘടകകക്ഷികളുമായിട്ടുള്ളൊരു ധാരണയാ നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടത്. DTP കഴിഞ്ഞ പ്രാവശ്യം 9 സീറ്റ് കൊടുത്തു. അവർക്ക് കുറച്ച് നേതാക്കന്മാരേ ഉള്ളൂ, അണികളൊന്നും ഇല്ല. അത് ശരിയാ, അതുകൊണ്ട് കൊടുക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറയ്ക്കണം. അവർക്കൊരു 4 സീറ്റ് കൊടുത്താ പോരെ? അതിനവര് വില്ലിങ് ആവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു 5 സീറ്റെങ്കിലും നമുക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ കൂടെ കുറെ ഈർക്കൽ പാർട്ടികളുണ്ടല്ലോ സാർ. OTP, DTP, മരച്ചീനി, മാങ്ങാത്തൊലി, കുറെ പാർട്ടികളുണ്ടല്ലോ സാർ നമ്മുടെ കൂടെ. ഇവരൊക്കെ മുന്നണിയിൽ എടുക്കണോ സാറേ? കുറെ കാലമായിട്ടുള്ളതല്ലേ, അങ്ങനെ നമുക്കങ്ങ് കളയാനും പറ്റില്ല. യവന്മാരെ പലതരം വേലകൾ വയ്ക്കും. ചുമ്മാ ഇരിക്കട്ടെ, ഓരോ സീറ്റിനും ഓരോ മന്ത്രിപദവും. പഴയകാല മന്ത്രിമാരാ. മറ്റക്കര രാഘവൻ, വർഗീസ്, ഫൈസല്, കുളനട കരുണൻ, എല്ലാ ആറ്റം താപ്പാനുകളാ. ഒരുമിച്ച് ഭരിച്ച് നാട് മൊത്തം വിഴുങ്ങി. ഇനി അന്യോന്യം വിഴുങ്ങും. ഒരു വ്യക്തിയെക്കുറിച്ച് വിമർശിക്കാനോ നിന്ദിക്കാനോ ഞാൻ തയ്യാറല്ല. ഞാൻ പാർട്ടി വിട്ടു. കുളനടയെ ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. താൻ ഈ മീറ്റിംഗിനിടയിൽ TV-യിൽ നോക്കിയിരിക്കുന്ന എന്തിനാ? ഞാൻ പ്രതാപ് വർമ്മ സാറിന്റെ വാർത്താ സമ്മേളനം കാണുമായിരുന്നു. സത്യം പറഞ്ഞ കഷ്ടം തന്നെയല്ലേ സാറേ? വളരെ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു സാറ്. എന്റെ കാശ് ചാക്ക് കണക്കിന് എണ്ണി വാങ്ങിച്ചിട്ട് എന്റെ മുമ്പിൽ ഇരുന്ന് പ്രതാപ് വർമ്മയെ പുകഴ്ത്തുന്നു. അയാളോട് അത്ര അനുകം വേണമെങ്കിൽ എന്റെ കാശ് പോടാ. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതല്ലേ കുളനട? ഇനി ആ പാർട്ടങ്ങ് വിട്ടുകളാ. അവന്റെ പേര് ഉച്ചരിക്കുന്നവനെ പോലും എനിക്ക് ഇഷ്ടമല്ല. അത് പോട്ടെ അനന്തപിള്ള സാറേ, അതങ്ങ് വിട്ടുകളാ. താനിപ്പോ ഇവിടുത്തെ സെക്യൂരിറ്റി ആയോ? ചെല്ല്, ഓൾ ദി ബെസ്റ്റ്. അല്ല, മീറ്റിംഗ് തുടങ്ങിയിട്ട് കുറെ നേരമായോ അങ്ങളെ? ഇയാള് വെളി നിൽക്ക്. നിന്നോട് പുറത്തു നിൽക്കാനാ ഞാൻ പറഞ്ഞത്.